ആഗോള അയ്യപ്പ സംഗമം വെറും രാഷ്ട്രീയ നാടകമായിരുന്നുവെന്നും പിണറായി വിജയനെ പേടിയുള്ളവരാണ് സ്റ്റേജിലുണ്ടായിരുന്നതെന്നും PV അൻവർ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ജാതീയ വർഗീയ ഇടപെടൽ നടത്തി മൂന്നാമതും അധികാരത്തിൽ വരാനുള്ള വഴി തേടുകയാണ് പിണറായി വിജയനെന്നും PV അൻവർ പറഞ്ഞു. ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്താനുള്ള ശ്രമമാണ് ആഗോള സംഗമവേദിയിൽ പിണറായി വിജയൻ നടത്തിയതെന്നും PV അൻവർ ആരോപിച്ചു. എന്നാൽ പങ്കെടുക്കേണ്ട യഥാർത്ഥ അയ്യപ്പ ഭക്തർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനോടനുബന്ധിച്ചിരിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വെള്ളാപ്പള്ളി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവര് NSSലെ നിർബന്ധപൂർവം എത്തിപ്പെടേണ്ടി വന്നവർ സമൂഹത്തിലെ വളരെ ഉന്നതരായ വ്യക്തികൾ മനസ്സുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ നാടകമാണെന്ന് അറിഞ്ഞിട്ടും ആ സംഗമത്തിൽ പങ്കെടുക്കേണ്ടി വന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടു. പക്ഷെ അതിൽ പങ്കെടുക്കേണ്ടിയിരുന്ന യഥാർത്ഥ ഭക്തർ പങ്കെടുത്തില്ല. അതെന്തുകൊണ്ട് എന്ന് കേരളം ഇപ്പോഴും ചർച്ച ചെയ്യുകയാണ്. അതേസമയം വെള്ളാപ്പള്ളി നടേശനെതിരെയും PV അൻവർ ആഞ്ഞടിച്ചു. 35 വർഷമായി ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തി സമുദായത്തിന് ഇതുവരെ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെന്ന് പറയുന്നത് മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണെന്നും PV അൻവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സമുദായത്തിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കേണ്ട വ്യക്തി കേന്ദ്ര സഹായം പോലും വെട്ടിമാറ്റി. ഇതിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇടവും വലവും നിന്നവരാണെന്നും PV അൻവർ ആരോപിച്ചു. ആ സമുദായത്തെ രക്ഷിക്കേണ്ട, ആ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട, ആ സമുദായത്തിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയ പണം പോലും അടിച്ചു മാറ്റി. ആരടിച്ചു മാറ്റുന്നത്? ഹൈക്കോടതിയിൽ നടക്കുന്ന കേസ് എന്താണ്? ആരാ കേസ് കൊടുത്തിരിക്കുന്നത്? ആ സമുദായത്തിൽ ഈ സംഘടനയോടൊപ്പം അദ്ദേഹത്തിന്റെ ഇടവും വലവും നിന്ന ആളുകൾ തന്നെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് മലപ്പുറം ജില്ലയ്ക്കെതിരെ വർഗീയ വിദ്വേഷം വിളമ്പുന്ന ആരോപണങ്ങളുമായി വെള്ളാപ്പള്ളി നടേശൻ വേദികളിലെത്തിയതെന്നും തിരികെ കോട്ടയത്തെത്തിയപ്പോൾ അത് ക്രൈസ്തവ സമൂഹത്തിന് എല്ലാം നൽകി എന്ന മറ്റൊരു ആരോപണമായി ഉന്നയിച്ചെന്നും PV അൻവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.